JCB ഉപയോഗിച്ചു മാന്തി നോക്കിയപ്പോൾ ബോഡി കിട്ടി. ബോഡി പർദ്ദ ധരിച്ച ആ സ്ത്രീ ഉപ്പ് രസമുള്ള മണ്ണായതിൻ്റെ പേരിൽ അതങ്ങനെ ചുങ്ങിപ്പോയിരിക്കുകയാണ്. അവൻ കുറേ നേരം ചോദിച്ചപ്പോൾ പറഞ്ഞു, സാറ് ബുദ്ധിമുട്ടണമെന്നില്ല ആരും, ഞാൻ കാര്യങ്ങളൊക്കെ പറയാം. ഇത് അവിഹിതമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ചില ഇൻസിഡൻറ്റ്, അങ്ങനെ കുറേ ഇൻസിഡൻറ്റുകളുണ്ട്. ബോഡി അവൻ്റെ മുന്നിൽ കിടക്കുകയാണ് ശരിക്കും. താൻ ഇങ്ങനെ ഒരു കൃത്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള ബോധ്യം അവനുണ്ടല്ലോ. എന്നാലും അവൻ്റെ മനസ്സിൽ വേട്ടയാടി കൊണ്ടേ ഇരിക്കുന്നുണ്ടാവുമല്ലോ അവൻ. നമുക്കെപ്പോഴും ഏത് മേഖലയിലും പോലീസിന് ഒരു സോഴ്സ് ഉണ്ട്, ഇൻഫോർമറുണ്ട്. പോലീസിൻ്റെ എന്നല്ല, രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ രഹസ്യാന്വേഷണത്തിലൂടെയാണ്. സാർ, ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ അന്വേഷണം എന്ന് പറയുന്നത് ഒരുപക്ഷെ നീണ്ടുപോയേക്കാം, അല്ലെങ്കിൽ അതിലെ പ്രതിയെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ പിടിക്കാൻ സാധിക്കും. അത് ഒരു ഭാഗ്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത് നീണ്ടുപോകുന്നത്. അത്തരത്തിൽ 2014 തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയിൽ നിന്നൊരു സ്ത്രീയെ കാണാതാവുന്നു. പിന്നീട് കേരള പോലീസിൻ്റെ അന്വേഷണം ഒരു വർഷങ്ങൾ മുന്നോട്ട് പോയി എന്ന് വേണം പറയാൻ. അതിനൊടുവിലാണ് പിന്നീട് ആ കേസിലൊരു തുമ്പ് പോലീസിന് ലഭിക്കുന്നത്. അപ്പോൾ ആ കേസാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. 2014 അന്ന് ഞാൻ കുന്നംകുളം DYSPയുടെ സാറിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ജോലി ചെയ്തിരുന്ന കാലത്തായിരുന്നു. ആ കാലത്ത് 2014 സെപ്റ്റംബർ മാസം 30 ചേലക്കര പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ വെങ്ങാനല്ലൂർ ഏച്ചാടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. വില്ലേജ് ഓഫീസിൻ്റെ ആ പരിസരമാണ് ഏച്ചാടി. ആ ഏച്ചാടി ഭാഗത്തു നിന്ന് ഒരു വീട്ടമ്മയെ കാണാതാവുകയാണ്. ആ വീട്ടമ്മ അന്ന് അവർ മുമ്പ് ജോലി ചെയ്തിരുന്ന തൃശ്ശൂരിലെ ഒരു ഹോസ്പിറ്റലിൽ സാലറിയുമായി ബന്ധപ്പെട്ട എന്താ അരിയേഴ്സ് മേടിക്കാനാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയതാണ്. പിന്നീട് തിരിച്ചു വന്നില്ല എന്ന് പറഞ്ഞ് ഭർത്താവ് അബൂബക്കറാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയല്ല, അത് കറക്റ്റല്ല, അത് ഓർമ്മയില്ല, എന്നാലും ആ പേരുകാരനാണെന്ന് തോന്നുന്നു. അദ്ദേഹം ചേലക്കര പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കണം. എൻ്റെ ഭാര്യ പോയിട്ട് ഇതുവരെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഒക്ടോബർ 1 ഒരു ഒക്ടോബർ 1 ഒരു പരാതി കൊടുക്കുന്നു. അങ്ങനെ അതിന് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. മാൻ മിസ്സിങ്ങിനൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ചേലക്കര പോലീസ് സ്വാഭാവികമായിട്ടും മാൻ മിസ്സിങ് കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊസീജിയർ പ്രകാരമുള്ള ക്രൈം കാർഡുകൾ അയക്കുന്നു, അന്വേഷിക്കുന്നു. അവർ പോകാനിടയുള്ള സ്ഥലങ്ങളിലും മറ്റും പരിസരവാസികളോടൊക്കെ അന്വേഷിക്കുന്നു. അവരുടെ ഫോൺ ഡീറ്റെയിൽസ് എടുക്കുന്നു. ഫോൺ ഡീറ്റെയിൽസ് എടുത്തിട്ട് അതിൻ്റെ കോൾ ഡീറ്റെയിൽസ് എടുക്കുന്നു. ലാസ്റ്റ് ലൊക്കേഷൻ എവിടെയാണ് നോക്കുന്നു, ആരൊക്കെയായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു, കാര്യങ്ങളൊക്കെ നോക്കുന്നു. അങ്ങനെ അതിൻ്റെ ആദ്യ അന്വേഷണം ചേലക്കര പോലീസ് സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ കുന്നംകുളം DYSPയുടെ കീഴിൽ വർക്ക് ചെയ്യുകയാണ്. ഒരാഴ്ചകൾക്ക് ശേഷം കുന്നംകുളം DYSP സാർ വിളിച്ചിട്ട് പറഞ്ഞു, അഷ്റഫെ, ചേലക്കര ഒരു മാൻ മിസ്സിങ് കേസ് ഉണ്ടായിട്ടുണ്ട്, അത് എന്തോ ഒരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സ്ത്രീയെ കാണുന്നില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ലൊക്കേഷനൊക്കെ വരുന്നത് ചാവക്കാടാണ്, ലാസ്റ്റ് ലൊക്കേഷനൊക്കെ വരുന്നത്. അതിലെന്തോ ദുരൂഹതയും കാര്യങ്ങളൊക്കെ സാധ്യതയുണ്ട്, അതൊന്ന് നിങ്ങൾ പോയിട്ടൊന്ന് അന്വേഷണം തുടങ്ങും. അപ്പോൾ ഞങ്ങളുടെ സ്ക്വാഡിലുള്ള ഹബീബ്, അതുപോലെ സുദേവ്, രാകേഷ്, ഇവരൊക്കെ അന്ന് കുന്നംകുളം DYSPയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ഓഫീസർ. ഞങ്ങൾ വന്ന് ഈ കേസിൻ്റെ സ്റ്റേഷനിൽ വന്ന് ആ കേസിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്ത് സംഭവ സ്ഥലത്ത് ആ കുട്ടിയെ അവരുടെ വീടിൻ്റെ പരിസരത്തൊക്കെ പോയി അന്വേഷിച്ചു. അവരുടെ കോൾ ഡീറ്റെയിൽസുകൾ അനലൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ആ കോൾ ഡീറ്റെയിൽസ് അനലൈസ് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. അതിലൊരു സ്ഥിരമായിട്ട് കോൺടാക്റ്റുള്ള കുറേ നമ്പറുകളുണ്ടെങ്കിലും അതിലൊരു നമ്പർ ഒരു റഫീഖ്, തിരുവത്തറ ചാവക്കാട് ഭാഗത്തുള്ള ഒരു റഫീഖിനായിട്ടൊരു കോൺടാക്റ്റ് കാണുന്നുണ്ട്. അത് കുറേ കാലങ്ങളായിട്ടുള്ളൊരു കോൺടാക്റ്റ്. നമ്മളിപ്പോൾ ഒരു കോൾ ഡീറ്റെയിൽസൊക്കെ എടുക്കുമ്പോൾ ഒരാളുടെ ഹിസ്റ്ററി അറിയണമെങ്കിൽ ആ പർട്ടിക്കുലർ ഡേയിൽ മാത്രം എടുത്തിട്ട് കാര്യമില്ല. നമുക്കൊരു കുറച്ച് ദിവസങ്ങളിലെ കൂടുതലെടുക്കും, ചിലപ്പോൾ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഒരു 6 മാസത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അനലൈസ് ചെയ്യാൻ പറ്റും ശരിക്കും. അങ്ങനെ അനലൈസ് ചെയ്യുമ്പോഴാണ് ഇവരൊക്കെ ഓരോ ദിവസങ്ങളിലേക്ക് എവിടേക്കൊക്കെ പോകുന്നു, ആ റേറ്റൊക്കെ കോൺടാക്റ്റ് ചെയ്യുന്നു, സ്ഥിരമായിട്ട് എവിടേക്കൊക്കെ കോൺടാക്റ്റ്. അങ്ങനെ നമുക്ക് പഠിക്കണമെങ്കിൽ, ഒരു വ്യക്തിയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ആ ഒരു ദിവസത്തെ മാത്രം എടുത്തു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും. വിപുലമായൊരു ഡാറ്റാബേസ് ഡേറ്റ് എടുക്കണം, അത് അന്വേഷിക്കണം. അപ്പോൾ സ്ഥിരമായിട്ട് ആ റേറ്റ് കോൺടാക്റ്റ്, സ്ഥിരമായിട്ട് എവിടേക്കൊക്കെ പോകുന്നു, എന്നൊക്കെ വരുന്നു, ഏത് സമയത്ത് ഫോൺ വിളികളില്ല, അങ്ങനെയൊക്കെ അവരെ പഠിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഒരു കേസൊക്കെ റിപ്പോർട്ടാകുമ്പോൾ അല്ലെങ്കിൽ കാണാതാകുന്ന ഒരാളെയൊക്കെ അല്ലെങ്കിൽ അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെല്ലുന്നത് ഒരു സീറോയിൽ നിന്നാണ്, ഒരു തെളിവുകളും ഉണ്ടാവില്ല, ആളെ പറ്റി ശൂന്യതയിൽ നിന്ന്. അപ്പോൾ നമുക്ക് അവരെ കുറിച്ച് ഈ വിവരങ്ങളൊന്നും ഉണ്ടാവില്ല കൂടുതൽ. നമ്മളവരെ പഠിക്കണമെങ്കിൽ അവരുടെ ഫോൺ മുഖാന്തരമേ പഠിക്കാൻ പറ്റും. അങ്ങനെ എടുത്ത് പഠിച്ച് ഞങ്ങൾ അനലൈസ് ചെയ്ത് കറക്റ്റ് കൂടുതൽ ഡാറ്റാസൊക്കെ എടുത്ത് അനലൈസ് ചെയ്തപ്പോൾ ഇങ്ങനെ തിരുവത്തറ ഭാഗത്തുള്ള റഫീഖുമായിട്ട് കോൺടാക്റ്റ് ഉള്ളതായിട്ട് കാണും. റഫീഖിൻ്റെ നമ്പറും കാര്യങ്ങളും വീണ്ടും എടുത്തു. അപ്പോൾ അത് കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു കോൺടാക്റ്റായിട്ട് മനസ്സിലായി. ഡ്യൂറേഷനൊക്കെ കൂടുതലാണ്, സംസാരങ്ങളുടെ ഡ്യൂറേഷൻ കൂടുതലാണ്, സമയത്തും അസമയത്തും വിളികളുണ്ട്.
എന്നാൽ റഫീഖിൻ്റെ നമ്പറും ഈ സ്ത്രീയെ കാണാതാകുന്ന വീട്ടമ്മയെ കാണാതാകുന്ന ദിവസം ചേലക്കര എത്തിയിട്ടുണ്ട്. രണ്ടുപേരും ഒരേ ടവറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ റഫീഖ് ചേലക്കര വന്നിട്ടുള്ളതായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടു. പിന്നെ അതിനുശേഷം ഈ 2 നമ്പറും കൂടിയിട്ടാണ് ഒരുമിച്ച് യാത്ര പോകുന്നത്. അതങ്ങനെ പോയി തൃശ്ശൂരൊക്കെ പോയി നേരെ ചാവക്കാട് വന്ന് അവസാനിക്കുക. ഈ വീട്ടമ്മയുടെ നമ്പർ ചാവക്കാട് വന്ന് അവസാനിക്കുന്നു. പിന്നെ അതിന് കോളില്ല. റഫീഖിൻ്റെ നമ്പറും അപ്പോൾ ചാവക്കാട് ഇട്ടു. അതിന് ബേസ് ചെയ്ത് ചേലക്കര പോലീസ് റഫീഖിനെ വിളിച്ച് ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടായിട്ടുണ്ട്. റഫീഖ് പറഞ്ഞു, ഞാൻ അവരായിട്ട് വിളിക്കാറുണ്ട്, ഞാൻ വന്നിരുന്നു, കണ്ടിരുന്നു, ഞാൻ പോയി, അവരെവിടെ പോയി എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു മൊഴിയിൽ ഉറച്ചു നിൽക്കും. അപ്പോൾ റഫീഖ് കടലിൽ പോകുന്ന ഫിഷർമാൻ ആണ്, മത്സ്യത്തൊഴിലാളിയാണ്. റഫീഖ് മത്സ്യത്തൊഴിലാളികൾ തന്നെ വിവിധ എക്സ്പെർട്ടുകളുണ്ടെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ കടലിൽ ബോട്ട് സ്രാങ്ക് വണ്ടി ഓടിച്ച് കറക്റ്റ് മീനുകളുടെ ലൊക്കേഷൻ കണ്ടെത്തുന്നു. അങ്ങനെയുള്ള നല്ല രീതിയിലുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ് റഫീഖ്. റഫീഖിനെ പലപ്പോഴും പിടിക്കുമ്പോൾ പലപ്പോഴും റഫീഖ് കടലിലായിരിക്കും. അപ്പോൾ ഓരോ ബോട്ടുകളിലൊക്കെ ചാർജുള്ള ആളാകുമ്പോൾ റഫീഖ് വന്നില്ലെങ്കിൽ പിന്നെ ആ ബോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ റഫീഖിനെ വിളിക്കുമ്പോൾ പലപ്പോഴും അവിടുത്തെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ റഫീഖിനെ വിളിക്കുക, സാർ നിരവധിയാണ്, അവന് ബന്ധങ്ങളില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. റഫീഖിനെ വിളിച്ച് ചോദിച്ചാൽ ഞാൻ അറിയില്ല, ഞാനവിടെ പോയിരുന്നു, അവരായിട്ട് ഞാൻ ബന്ധമുണ്ട്, ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്, പിന്നീട് എനിക്കറിയില്ല. ഈ ഒരു മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ്. പല പ്രാവശ്യം ഞങ്ങൾ സ്ക്വാഡുകാർ വന്ന് ഏറ്റെടുത്തിട്ടും റഫീഖിനെ വിളിച്ചിട്ടും റഫീഖിൻ്റെ ഇതേ മൊഴിയാണ്, ഒരേ മൊഴിയിലും ഉറച്ചു നിൽക്കുകയാണ്. യാതൊരു മാർഗ്ഗവുമില്ല, നമുക്കത് വേറെ അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കാനില്ല. അങ്ങനെ നമ്മൾ അന്വേഷണം റഫീഖിൻ്റെ വീടിൻ്റെ പരിസരത്തും കാര്യങ്ങളിലൊക്കെ അന്വേഷണം തുടങ്ങിയപ്പോൾ ഒരിക്കൽ ഒരു ചെരുപ്പ് കടപ്പുറത്തുനിന്ന് കിട്ടി. അതായത് ഈ ചെരുപ്പ് കിട്ടി, സംശയിക്കുന്ന വിധത്തിലുള്ള ഒരു ചെരുപ്പ് കിട്ടി. ആ ചെരുപ്പ് പരിശോധിച്ചപ്പോൾ അത് കാണാതായ സീനത്തിൻ്റെ ചെരുപ്പാണെന്ന് മനസ്സിലായി. അപ്പോൾ കാര്യം ഒന്നുകൂടിയും ഗൗരവമായി. അപ്പോൾ അതെന്തോ ഇങ്ങനെ നമ്മൾ പോലീസിൻ്റെ നിരന്തരമായിട്ടുള്ള സ്ഥലത്തുള്ള അന്വേഷണവും കാര്യങ്ങളും അറിഞ്ഞപ്പോൾ ആർക്കോ കിട്ടിയ ചെരുപ്പ്, ആ സമയത്ത് കിട്ടിയ ചെരുപ്പ് പിന്നെ മാസങ്ങൾക്ക് ശേഷം പോലീസിൻ്റെ അന്വേഷണവും സാന്നിധ്യവും ഇങ്ങനെ ഒരാളെ കാണാണ്ടായിട്ടുണ്ട്, ഇവിടെ വരെ വന്നിട്ടുണ്ട്, റഫീഖുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്വാഭാവികമായിട്ടും പോലീസ് അന്വേഷിക്കുമ്പോൾ ആ നാട്ടിലൊക്കെ പരക്കുമല്ലോ. അപ്പോൾ ഈ ലേഡീസ് ചെരുപ്പ് കിട്ടിയ ആൾ അതവിടെ കൊണ്ടുപോയിട്ടതാണ്, മനസ്സിലായി. അങ്ങനെയാണ് നമുക്ക് ആ സ്ഥലത്തുനിന്ന് കടപ്പുറത്തുനിന്ന് ചെരുപ്പ് കിട്ടുന്നത്. ആ ചെരുപ്പ് അവരുടെ വീട്ടുകാർ ഐഡൻറ്റിഫൈ ചെയ്തു, ഇത് സീനത്തിൻ്റെ ചെരുപ്പാണെന്ന്. അപ്പോൾ നമുക്ക് ഒരു സംശയം കൂടി വന്നു. പക്ഷേ സംശയിക്കുന്ന ആളെ വിളിച്ച് ചോദിച്ചാൽ യാതൊരു തെളിവില്ല. അങ്ങനെ നമ്മൾ അവനെ ഫ്രീ ആയിട്ട് അങ്ങ് വിട്ടു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം, അതപ്പോഴേക്കും മാസങ്ങളിങ്ങനെ കടന്നുപോയി, ഫ്രീ ആയിട്ട് വിട്ടു. ഇന്നിപ്പോൾ ഇനിയിപ്പോൾ അവനിൽ അന്വേഷണം ഇല്ല എന്ന് അവന് ബോധ്യമാകുന്ന വിധത്തിൽ അവനെ വിട്ടു. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അത് പോലീസിൻ്റെ ഒരു അന്വേഷണ രീതിയാണ്. അവനെ ഒരു ഫ്രീ ആയിട്ട് വിട്ടു. അപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് തോന്നും ഇനി എന്നെ വിട്ടു കഴിഞ്ഞിട്ടുള്ള ഒരു ആ രീതിയിൽ. പിന്നെ അവൻ ആ ഇതിൽ നടക്കുകയാണ്. പക്ഷേ ഞങ്ങൾ അവനൊരു ഷാഡോ ചെയ്തിരുന്നു. ഷാഡോ പോലീസ് എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? ഷാഡോ ചെയ്തു. അവൻ്റെ നിരന്തരം വീക്ഷിക്കും, പുറകെ ഉണ്ടാവും. അത് രാത്രിയായാലും പകലായാലും പല സമയങ്ങളിലായിട്ട് നമ്മൾ നിരന്തരം മാറി വീക്ഷിച്ചുകൊണ്ടിരിക്കും ഓരോരുത്തർ. അപ്പോൾ പിന്നീടുള്ള കുറേ ദിവസങ്ങൾക്ക് ശേഷമൊക്കെ നമ്മളിങ്ങനെ അവനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പോഴേക്കും വർഷം കഴിഞ്ഞു, ഒരു വർഷത്തിൻ്റെ മേലേക്കൊക്കെ ആയി, 1.5 വർഷത്തോളമായി. ഇവൻ എപ്പോഴും ആ ഒരു കാറ്റാടി മരങ്ങളുണ്ട് കടപ്പുറത്ത്, അവിടെ ഇങ്ങനെ പോയി അതിൻ്റെ അപ്പുറത്ത് പോയി ഇങ്ങനെ ഏകാന്തനായിട്ട് അവൻ ഇരിക്കും. അപ്പോൾ അവൻ്റെ സ്വഭാവം ആദ്യം ഈ കാണാതാകുന്നതിന് മുമ്പുള്ള അവൻ്റെ സ്വഭാവം പിന്നീടുള്ള അവൻ്റെ സ്വഭാവത്തിലും ഭയങ്കര മാറ്റങ്ങൾ വന്നു. ആൾ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തി. എപ്പോഴും ഇങ്ങനെ ഏകാന്തനായിട്ട് ഇങ്ങനെ ഇരിക്കും, സ്ഥിരമായിട്ട് അങ്ങനെ പോയിരിക്കും, ഇടയ്ക്കിടയ്ക്ക് പോയിരിക്കും, കടപ്പുറത്ത് പോയിരിക്കും, തിരിച്ചു വരും. മാറ്റങ്ങൾ വന്നു മൊത്തം. ഞങ്ങളാണെങ്കിൽ അവനെ വിളിപ്പിക്കുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല, കേസിൻ്റെ ഒരു അന്വേഷണം നടക്കുന്നില്ല. കേസ് കഴിഞ്ഞ പോലെ ഞങ്ങൾക്ക് തോന്നി, എല്ലാവർക്കും തോന്നി. പിന്നെ പരാതി ഇല്ലാണ്ടായി. പരാതിയില്ല മീൻസ് ഭർത്താവിൻ്റെ ആ പരാതിക്ക് ശേഷം പിന്നെ ഭർത്താവിനും ഒരു കാര്യങ്ങൾ അന്വേഷിക്കലും കാര്യങ്ങളും അതും ഇല്ലാണ്ടായി. അവർ എന്താണെന്നറിയില്ല, അവർ പിന്നെ അന്വേഷിച്ചിട്ടില്ല. ഭാര്യ ഇങ്ങനെ കാണാതായിട്ട് ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളതൊക്കെ അറിഞ്ഞതിൻ്റെ പേരിലാവും അവർ വേറെ കല്യാണം കഴിച്ച് അന്വേഷണം ഇല്ലാണ്ടായി. അപ്പോൾ പൊതുവേ സമൂഹം, ബന്ധുക്കളും എല്ലാവരും അത് സ്റ്റോപ്പായി എന്നുള്ളൊരു തോന്നലുണ്ടായി. പോലീസും അങ്ങനെ. പക്ഷേ പോലീസ് നിരന്തരമായിട്ട് ഒരു ഗ്യാപ്പില്ലാതെ തന്നെ അവനെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. അവൻ കടലിൽ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്, മാറ്റങ്ങളുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങി. കാരണം കടലിൽ പോകുമ്പോൾ നിരീക്ഷണം സാധ്യമാണെന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ പോകല്ല, അവൻ്റെ ആളുകളുണ്ടാവുമല്ലോ.
നമുക്കെപ്പോഴും ഏത് മേഖലയിലും പോലീസിന് ഒരു സോഴ്സ് ഉണ്ട്, ഇൻഫോർമറിനുണ്ടാവും. അത് ഒരു സോഴ്സാണ്. അത് അങ്ങനെയാണല്ലോ നമ്മുടെ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പോലീസിൻ്റെ എന്നല്ല, രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ രഹസ്യാന്വേഷണത്തിലൂടെയാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. അതൊന്നും ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. അല്ലാതെ പോലീസിന് പ്രത്യേക മാന്ത്രിക ശക്തിയൊന്നുമില്ല. പിന്നെ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലും മറ്റ് ഇതുപോലുള്ള ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണല്ലോ എല്ലാ കേസുകളും നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നിരീക്ഷിക്കുമ്പോഴേക്കും ഒരു ദിവസം അതേമാതിരിക്ക് ഒരു 2016 ഒരു ഫെബ്രുവരി മാസത്തിലെ ആദ്യ ദിവസങ്ങളിലൊക്കെ ഒരു ദിവസം അതേമാതിരിക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ദിവസം രാത്രി പെട്രോളിങ്ങിൻ്റെ ഒരു കേസിൻ്റെ അന്വേഷണം കഴിഞ്ഞിട്ട് നമുക്ക് റഫീഖിനൊന്ന് നോക്കാം, അവൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചിട്ട് പാതിര നേരമായി. ഒരു 2 മണിയൊക്കെ ഏകദേശമൊക്കെ ആകാറായി തുടങ്ങി. ഞങ്ങൾ പോയി അവൻ്റെ വീടിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ പോയപ്പോൾ ഇവൻ കടപ്പുറം ഭാഗത്ത് രാത്രിയിലേ. അപ്പോൾ ആദ്യം ഞങ്ങളിങ്ങനെ കാണാറുണ്ടല്ലോ, കടപ്പുറത്ത് തന്നെ ഇരിക്കും, ഒറ്റയ്ക്കിരിക്കും, കുറേ ഏകാന്തനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഒറ്റയ്ക്ക് രാത്രി പാതിര നേരങ്ങളിലൊക്കെ. നമ്മളങ്ങനെ നിരീക്ഷിച്ച് പോരുകയാണ്. അപ്പോൾ അവനൊരിപ്പോഴേക്കും ഒരു ആ പഴയ ഗൗരവമൊക്കെ വിട്ടുപോയിട്ട് വളരെ ഇതായിട്ടിരിക്കണവൻ, വളരെ സൈലൻ്റായിട്ടും കാര്യങ്ങളൊക്കെ വളരെ ഇതായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അന്ന് രാത്രി ഞങ്ങൾ പോയിട്ട് ഇവൻ കടപ്പുറത്ത് തന്നെ ഇരിക്കണം. അത് പുറത്ത് കൊട്ടിട്ട് റഫീഖേ എന്ന് വിളിച്ചു. അവൻ പെട്ടെന്ന് വിളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഹബീബാണ് വിളിച്ചത്. ഹബീബ് പറഞ്ഞു, ഞാൻ ഹബീബാ. ആ ഹബീബ് സാറേ എന്താ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വണ്ടി കയറുമെന്ന് പറഞ്ഞു. അപ്പോൾ വളരെ ഗൗരവങ്ങളൊന്നുമില്ല. അപ്പോൾ അവന് നേരെ വിളിച്ച് വണ്ടി കയറ്റിയപ്പോൾ അവിടെ ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. വണ്ടി കയറി കണ്ടിരുന്നു. നേരെ കൊണ്ട് DVSP ഹൗസിൽ കൊണ്ടുപോയി ഇൻട്രോഗേഷൻ റൂമിൽ കയറ്റി ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവൻ പാകപ്പെട്ടിരുന്നു. അപ്പോൾ അവൻ കുറേ നേരം ചോദിച്ചപ്പോൾ പറഞ്ഞു, സാറ് ബുദ്ധിമുട്ടണമെന്നില്ല ആരും, ഞാൻ കാര്യങ്ങളൊക്കെ പറയാം. അതെങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്രൈം ചെയ്ത ഒരാളുടെ മാനസികാവസ്ഥ മാറുമല്ലോ. അവരൊന്നൊരു സ്ഥിരം കുറ്റവാളികളല്ലല്ലോ. അങ്ങനെയുണ്ട്. സ്ഥിരം കുറ്റവാളികൾ അങ്ങനെ സ്ഥിരം കുറ്റവാളികളായിട്ട് നടക്കും. മറ്റത് അവൻ്റെ ജീവിതം അങ്ങനെ ആയിപ്പോയില്ലേ. നമ്മളൊരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ ബോഡി അവൻ്റെ മുന്നിൽ കിടക്കുകയാണ്. ശരിക്കും താൻ ഇങ്ങനെ ഒരു കൃത്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള ബോധ്യമുണ്ടല്ലോ, പിടിക്കപ്പെടുമോ എന്നുള്ളതുണ്ട്. പിന്നെ അവന് ചോദ്യങ്ങളൊന്നുമില്ല, പോലീസ് അന്വേഷിക്കുന്നില്ല, വിളിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കെട്ടടങ്ങി പോയി എന്നൊരു തോന്നലുണ്ടാവും. എന്നാലും അവൻ്റെ മനസ്സിൽ വേട്ടയാടി കൊണ്ടേ ഇരിക്കുന്നുണ്ടാവുമല്ലോ അവന്. അങ്ങനെയാണ് അവൻ്റെ ആ ബോഡി ലാംഗ്വേജ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു, സാർ ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോഴേക്കും പുലർച്ചെ വളരെ ഇതായിട്ടിരുന്ന അവന് ചായയൊക്കെ കുടിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു കട്ടൻ കാപ്പിയൊക്കെ കൊടുത്ത് അവൻ വളരെ കൂളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഈ സ്ത്രീയുമായിട്ട് തൃശ്ശൂർ ഒരു ജോലി ചെയ്യുന്ന കാലത്ത് ഇവൻ ഒരിക്കൽ ഹോസ്പിറ്റലിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. അങ്ങനെ അത് ഫോൺ വിളികൾ തുടങ്ങി. അതങ്ങനെ ബന്ധങ്ങൾ നീണ്ടുപോയി. അതതിൻ്റെ സീമകളൊക്കെ ലംഘിച്ചു പോയി. ഭർത്തൃമതി സ്ത്രീയായിട്ട് സീമകളൊക്കെ ലംഘിച്ചു പോയി. പിന്നെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ തുടങ്ങി. അങ്ങനെ ഇവൻ്റെ പൈസകൾ കുറേ നഷ്ടപ്പെട്ടു. പിന്നെ ഇവൻ്റെ വീടടക്കം പടയം വെച്ചു. വീടും പോയി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. ആ പൈസയും പോയി. അങ്ങനെ വീണ്ടും അന്നത്തെ ദിവസം കാണാം വിളിച്ചതിൻ്റെ പേരിൽ പോയിട്ട് തിരിച്ച് അവർ ആ വണ്ടിയിൽ നേരെ വന്ന് ചാവക്കാട് വന്ന് കടപ്പുറത്തിരിക്കുമ്പോഴാണ് അവളുടെ വീണ്ടും ആവശ്യമുണ്ടായത്. പൈസ ചോദിച്ചു. ചേലക്കരയിൽ നിന്ന് ചാവക്കാട് 40 കിലോമീറ്റർ ഉണ്ട്. ചേലക്കര ചാവക്കാട് 40 കിലോമീറ്ററോളം വരും, ഏകദേശം 40-45 കിലോമീറ്റർ ഉണ്ട്. അവിടെ എത്തി കടപ്പുറത്തിരിക്കുമ്പോഴാണ് അവർ വൈകുന്നേരം ചോദ്യം ഉണ്ടായത്, പ്രശ്നമുണ്ടായത്. അവർ തമ്മിൽ തെറ്റെല്ലാം ആദ്യമേ തുടങ്ങിയിരുന്നു, കുറച്ച് കാലമായിട്ട് തുടങ്ങി. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം, അവൻ തകർന്നു പോയിട്ട് അവൻ്റെ പൈസ മൊത്തം നഷ്ടപ്പെട്ടിട്ടുള്ള അവസ്ഥയിലായിരുന്നു. അപ്പോൾ അവൻ ഈ പറഞ്ഞ മാതിരിക്ക് വാക്ക് തർക്കമുണ്ടായി, അടിയുണ്ടായി. അപ്പോൾ ബോധം കെട്ട് വീണു. അതിൻ്റെ മുകളിലുണ്ടായ ഒരു സ്മോദറിങ്ങും കാര്യങ്ങളിലും ആ സ്ത്രീ കൊല്ലപ്പെട്ടു. സ്മോദറിങ്ങിൽ കൊല്ലപ്പെട്ടു. ഈ കടപ്പുറത്തില്ല, ഒരു പൊന്തക്കാട് പോലുള്ള എന്താണ് പറയുക, ചൂളമരങ്ങളില്ലേ, അതൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പുറത്ത് കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. അങ്ങനെ കാട്ടിലൂടെ ആക്കിയിട്ട് പട്ടയിട്ട് മൂടി. അന്ന് രാത്രി എല്ലാവരും ഉറക്കായപ്പോൾ വന്ന് കടപ്പുറത്ത് നേരെ ചെന്ന് ആ സാധനം കുഴി ഒഴിച്ച് അവിടെ മൂടിയിട്ടു. മൃതദേഹം മുഴിച്ചു എല്ലാ തെളിവുകളും നശിപ്പിച്ച് അവിടെ ഇട്ടു. പിന്നെ അവൻ സുഖമായിട്ട് നടന്നു. പക്ഷേ അവനങ്ങനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് ആ കുഴിയുടെ അവിടെയാണ് അവൻ പോയിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് ഇപ്പുറത്താണ് അവൻ പോയിരിക്കുന്നത്. ഇത് പൊന്തുന്നുണ്ടോ, ഇത് ആരെങ്കിലും കാണുമോ, ഇങ്ങനെയുള്ള ചിന്തകൾ എപ്പോഴും ഉണ്ടാവുമല്ലോ. ഒരു ക്രൈം ചെയ്തിട്ട് അതിങ്ങനെ അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് സംഭവം ഉണ്ടായി എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ആ വിവരങ്ങളൊക്കെ അറിഞ്ഞ സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടതിൻ്റെ പേരിൽ പിറ്റേ ദിവസം അവനെ അറസ്റ്റ് ചെയ്തു. 2016 ഫെബ്രുവരി ഒരു
8-ാം തീയതി ആയിട്ടാണ് തോന്നുന്നത് എനിക്ക്, ആദ്യം ഫസ്റ്റ് വീക്കിലാണ് അത്. അങ്ങനെ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചേലക്കര പോലീസിൻ്റെ സാന്നിധ്യത്തിലും DYSP SP-മാരൊക്കെ വന്നു, SP വന്നു, DYSP എല്ലാവരും സാന്നിധ്യത്തിൽ ചാവക്കാട്ടേക്ക് പോയി. JCB കൊണ്ടുവന്നു, അവിടെ ബന്ദോബസ്ത് ചെയ്തു. ആദ്യം റിബണൊക്കെ കെട്ടി സീനൊക്കെ നന്നായി ബന്ദോബസ്ത് ചെയ്തതിനു ശേഷം ജനങ്ങളൊക്കെ മാറ്റി നിർത്തി JCB ഉപയോഗിച്ചു. മാറ്റി നോക്കിയപ്പോൾ ബോഡി കിട്ടി. ബോഡി പർദ്ദ ധരിച്ച ആ സ്ത്രീ ഉപ്പ് രസമുള്ള മണ്ണായതിൻ്റെ പേരിൽ അതങ്ങനെ ചുങ്ങിപ്പോയിരിക്കുകയാണ്. മൃതദേഹം ചുങ്ങിപ്പോയിരിക്കുക. ഡിക്കമ്പോസറായിട്ട് പിന്നെ അങ്ങനെ കിടന്ന് ചുങ്ങുമല്ലോ, ഉപ്പിലും ഒക്കെ ഇടുമ്പോൾ ഉള്ള അവസ്ഥ അങ്ങനെയല്ലേ. അങ്ങനെ ആ പർദ്ദയോട് കൂടി അതിനെ പൊക്കിയെടുത്ത് അതിൻ്റെ അനിയത്തി വന്നിരുന്നു. അനിയത്തി ബോഡി ഐഡൻറ്റിഫൈ ചെയ്തു. ബോഡി ഐഡൻറ്റിഫൈ ചെയ്ത് 1.5 വർഷത്തോളം 1.5 വർഷം കഴിഞ്ഞു. 1.5 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ കണ്ടത്. സ്കെൽറ്റൻ ആയിട്ടില്ല, എന്നാൽ ബോഡിയൊക്കെ ചുങ്ങി ഇല്ലാതായിരിക്കണം. പർദ്ദ ധരിച്ചിരിക്കണം, ഒരു കറുത്ത പർദ്ദയാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഉപ്പിലൊക്കെ അതിൻ്റെ പേരിൽ അങ്ങനെ എടുത്ത് പിന്നെ അത് പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റും എക്സിമേഷനും പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ആ കേസ് നമ്മൾ ചാർജ് കൊടുത്തു. പിന്നീട് ചാർജ് കൊടുത്ത് പിന്നെ കുറച്ച് സ്വാഭാവികമായിട്ടുള്ള ഒരു ജാമ്യം അവന് ലഭിച്ചു കുറച്ച് കാലത്തിന് ശേഷം. അങ്ങനെ കുറേ കാലം ആ കേസ് അങ്ങനെ പോയി. ട്രയലിലൊക്കെ വരുന്നതിന് മുമ്പ് ഒരു ദിവസം റഫീഖ് സൂയിസൈഡ് ചെയ്തു എന്ന് ഞാൻ പേപ്പറിൽ വായിച്ചു. റഫീഖ് സൂയിസൈഡ്. അല്ലെങ്കിൽ മുൻപ് ഈ കുറ്റകൃത്യം ചെയ്ത് പരിചയമില്ലാത്ത ഒരു കൃത്യം ചെയ്ത് കഴിഞ്ഞ് പിന്നീട് പിടിക്കപ്പെട്ടതിന് ശേഷം ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന കുറേ പ്രവണതകളുണ്ട്, കുറേ കേസുകൾ അങ്ങനെ. ഇതിൻ്റെ കാരണം ഇതാണ്. ഇതിൻ്റെ കാരണം അവന് ഒരു സാഹചര്യത്തിൽ ഒരു പ്രത്യേക മൂമെൻറ്റിൽ നമ്മളതിലേക്ക് എത്തിപ്പെടുന്ന. പിന്നെ വീടില്ല, വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബം തകർന്നു, ജയിലിൽ പോയി, സമൂഹത്തിൻ്റെ ഇടയിൽ ഒറ്റപ്പെട്ടു പോയി. പക്ഷേ സമൂഹത്തിൽ മാന്യമായി ജീവിക്കും. ഇത് അവിഹിതമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ചില ഇൻസിഡൻറ്റ്, അങ്ങനെ കുറേ ഇൻസിഡൻറ്റുകളുണ്ട്. അവൻ ഈ ലോകത്തോടില്ലാതെയായി, അവൻ യാത്ര പറഞ്ഞു പോയി. അപ്പോൾ അത് ജയിലിൽ പോയതിനു ശേഷം ഈ കുറ്റവാളികൾ ഈ സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടുണ്ട്. കുടുംബത്തിലും മക്കളൊക്കെ ഉള്ളതല്ലേ, മക്കളൊക്കെ അത് കാണുമ്പോഴും കാര്യങ്ങളും അവർക്കൊക്കെ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും സമൂഹത്തിൽ അങ്ങനെ സമൂഹത്തിൽ നിന്ന് ചിലപ്പോൾ ഒറ്റപ്പെട്ട് പോവില്ലേ, ചിലപ്പോൾ നല്ല പോവും. അതൊക്കെ സമൂഹമായിട്ട് ഇടുക്കി പോയി ജീവിക്കുന്ന ഒരാൾക്ക് മരണത്തിലേക്ക് നയിക്കും. അങ്ങനെയാണ് അവൻ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നീട് കുറച്ച് കാലത്തിന് ശേഷം അവൻ്റെ കേസുകൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. അഡ്വക്കേറ്റിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഞാൻ വായിക്കാനിടയായിട്ടുണ്ട്. അവൻ പറയുന്നതും കാര്യങ്ങളൊക്കെ അവൻ കറക്റ്റായിട്ട് കോടതിയിൽ വന്നിരുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഫേസ്ബുക്ക് പോയിട്ടുണ്ട്. എന്തായാലും ആ കേസ് പിന്നീട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഒരു കേസ് 1.5 വർഷത്തിന് ശേഷം ആള് മരണപ്പെട്ടു, കാണാതെ അയാൾ മരണപ്പെട്ടു, എല്ലാം കൊണ്ടും മറ്റേ ഭർത്താവൊക്കെ അയാളെ കുടുംബജീവിതം നയിക്കാൻ തുടങ്ങി. അങ്ങനെ ആ കേസ്